എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. യാക്കോബ് 5:7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ഈ ഭാഗത്ത് യജമാനനായി വരുന്ന കർത്താവിനെ കുറിച്ചും ന്യായാധിപനായി വരുന്ന കർത്താവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഫലം ശേഖരിപ്പാൻ വരുന്ന യജമാനനായിട്ടാണ് കർത്താവിന്റെ വരവിനെ യാക്കോബ് കാണുന്നത്. കൃഷിക്കാരൻ വിലയേറിയ ഫലം ശേഖരിപ്പാൻ എന്തിനെല്ലാം കാത്തിരിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. വിത്തില്ലാതെ ഫലം ഉണ്ടാകുകയില്ല. വിത്ത് വിതപ്പാൻ ഒരുക്കപ്പെട്ട നിലം ആവശ്യമാണ്. ഇവിടെ വിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8:11. വിതയ്ക്കപ്പെട്ട സ്ഥലം നല്ല ഹൃദയമാണ്. ലൂക്കോസ് 8:15. ഒരു കർഷകൻ എങ്ങനെ നിലം ഒരുക്കിയിരിക്കുന്നുവോ അതുപോലെ ദൈവവചനമായ വിത്ത് വിതപ്പാൻ പര്യാപ്തമായി ഹൃദയം ഒരുക്കപ്പെടണം. വിത്ത് കരത്തിലുണ്ട്, ഒരുക്കപ്പെട്ട സ്ഥലവും ഉണ്ട്. പക്ഷെ വിത്ത് വിതയ്ക്കണമെങ്കിൽ കൃഷിക്കാരൻ ആദ്യം മുൻമഴയ്ക്കായി കാത്തിരിക്കണം. വചനം കൊടുത്ത ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവിനായി നിങ്ങൾ കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കുവിൻ എന്നാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത് വചനം. അങ്ങനെ ലോകത്തെങ്ങും വിതയ്ക്കപ്പെട്ട സുവിശേഷ വചനമാകുന്ന വിത്തിന്റെ വിലയേറിയ ഫലങ്ങൾ ചേർക്കാനാണ് യജമാനനായ കർത്താവ് ഇനി വരുന്നത്. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മ മഴയ്ക്ക് ശേഷം ശിഷ്യന്മാർ ഒരുക്കിയ നിലത്ത് വചനമെന്ന വിത്ത് വിതറി. തൽഫലമായി 3000 പേർ രക്ഷിക്കപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു. അന്ന് തുടങ്ങിയ ആത്മമാരിയുടെ ഫലങ്ങളായി അനേകർ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്നു. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 1:18 വചനം. വിലയേറിയ ഫലം ശേഖരിക്കുവാൻ യജമാനനായ കർത്താവ് വരുമ്പോൾ ആദ്യഫലമായി നാം നിൽക്കണം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോലെ ഭാവിയിൽ കൊയ്ത്തിന്റെ ദിവസം നാമും ആദ്യഫലമായി എഴുന്നേൽക്കും എന്നതാണ് നമ്മുടെ ഉറപ്പ്. പഴയ നിയമത്തിലെ ആദ്യഫലക്കാർ ഇസ്രായേൽ ജനം ആയിരുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവും ആകുന്നു. യിരെമ്യാവ് 2:3 വചനം. യാക്കോബ് പുതിയ നിയമസഭയായ നാം ഓരോരുത്തരെയും ആദ്യഫലം എന്ന് വെളിപ്പെടുത്തുന്നു. ആദ്യഫലം ശേഖരിക്കുവാൻ വരുന്ന യജമാനനായി കർത്താവിനെ ചൂണ്ടിക്കാട്ടിയതിനു ശേഷം ന്യായാധിപനാകുന്ന കർത്താവിനെ കുറിച്ച് യാക്കോബ് പ്രതിപാദിക്കുന്നു. തിരുവെഴുത്തിൽ ആരംഭം മുതൽ ന്യായാധിപനായി എഴുന്നേൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. ആരംഭ മനുഷ്യനെ ന്യായം വിധിച്ച് ഏദനിൽ നിന്ന് പുറത്താക്കിയ ദൈവത്തെയും അവരെ വഞ്ചിച്ച പിശാചിന്റെ തല തകർക്കുകയും ഭാവിയിൽ അവനെയും കൂട്ടരെയും കത്തുന്ന തീപ്പുകയിൽ തള്ളിയിടുന്ന കർത്താവിനെ കുറിച്ചും വചനം വെളിപ്പെടുത്തുന്നു. ദുഷ്ടനായ കയീനെയും നോഹയുടെ കാലത്ത് വഷളായി പോയ സകല മനുഷ്യവർഗത്തെയും ന്യായം വിധിച്ച ദൈവത്തെയും സോദോം ഗോമോറയെയും സ്വർഗത്തിൽ നിന്നിറങ്ങിയ അഗ്നി ഗന്ധത്താൽ ന്യായം വിധിച്ച സർവഭൂമിക്ക് ന്യായാധിപനായ ദൈവത്തെയും നാം ദർശിക്കുന്നു. മാത്രമല്ല, നിത്യതയോളം ന്യായാധിപനെയാകുന്ന കർത്താവിനെ സത്യവേദ പുസ്തകത്തിലുടനീളം നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഫറവോനെയും കൂട്ടരെയും ബാധകളാൽ ന്യായം വിധിക്കുക മാത്രമല്ല, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് ന്യായം വിധിക്കുന്ന ദൈവത്തെ നാം കാണുന്നു. ഇസ്രായേൽ വീണ്ടും വിഗ്രഹങ്ങളെ സേവിച്ച് മ്ലേച്ഛത ചെയ്തപ്പോൾ അവരെ പ്രവാസത്തിൽ ഇറക്കിവിട്ട് ന്യായം വിധിക്കുന്ന ന്യായാധിപനെ നാം ദർശിക്കുന്നു. ശൗൽ, ദാവീദ്, യൊരോബെയാം എന്നീ രാജാക്കന്മാരെ ന്യായമായ നിലയിൽ ന്യായവിധിയുടെ ശിക്ഷാക്രമത്തിൽ ഇറക്കിവിടുന്ന മഹാദൈവത്തെയും നമുക്ക് ദർശിക്കുവാൻ കഴിയും. നമ്മുടെ ശിക്ഷാവിധി സമ്പൂർണമായി ഇളച്ചു കിട്ടുവാൻ ലോകത്തിന് പിതാവ് തന്നെ തന്ന സമ്മാനമാണ് പുത്രനായി യേശുക്രിസ്തു. ആ പുത്രനെ അംഗീകരിക്കാത്തവർക്ക് ദൈവം വലിയ ന്യായവിധി ഒരുക്കിയിരിക്കുന്നു. യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് കരുതി ഈ ഭൂമിയിൽ തോന്നിയ പോലെ ജീവിക്കരുത്. എന്നാൽ ദാസൻ
യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോട് പങ്കു കൽപ്പിക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. ലൂക്കോസ് സുവിശേഷം 12:45 മുതൽ 47 വരെ. എന്തുകൊണ്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നു? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. 2 പത്രോസ് 3:9 നാം മാനസാന്തരപ്പെടുവാൻ ദൈവം കാണിക്കുന്ന കരുണയാണ് കർത്താവിന്റെ 2ാം വരവിന് താമസം. അതിനാൽ യാക്കോബ് പറയുന്നു, ഹൃദയത്തെ സ്ഥിരമാക്കുക. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ലൂക്കോസിന്റെ സുവിശേഷം 21:34. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ നാം ആകരുത്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മത്തായി സുവിശേഷം 13:22. കർത്താവിന്റെ വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ വിതച്ച് നല്ല ഫലം നാം കൊയ്യണം. കർത്താവായ യജമാനൻ വരുമ്പോൾ ആദ്യഫലക്കാരുടെ നിരയിൽ നിൽക്കുവാൻ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്കും അപേക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com